ഹലോ, നമുക്കിന്നേ സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കാം. കോളിഫ്ലവർ വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. എന്നാൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിൽ ചേർത്തിട്ടുമില്ല കേട്ടോ. എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അധിക സമയം വഴറ്റണ്ട, കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് അരിഞ്ഞിട്ടാലും മതിയേ, ഞാനിപ്പോൾ ഇവിടെ ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മളെ സവാളയും ഒരുവിധം വഴന്ന് വരും. ഇപ്പോൾ ഒരുവിധം സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ കോളിഫ്ലവർ വേവിച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പൊടികളെല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അടി പിടിക്കാതെ നോക്കണേ, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. ഇപ്പോൾ പൊടികളെ പച്ചമണം എല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. തക്കാളി എല്ലാം നന്നായിട്ട് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാല എല്ലാം ഈ കോളിഫ്ലവറിൽ പിടിക്കത്തക്ക വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ മസാലകളെല്ലാം നമ്മളെ കോളിഫ്ലവറിൽ നന്നായിട്ട് പിടിച്ചു വരും. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് തീ കൂട്ടി വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിത് തീ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, എന്നാൽ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.